കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് കുട ചൂടി നിൽക്കുകയാണ്. സിനോജ് എവിടെയാണ്? പതിവ് പോലെ ബീച്ചിലാണോ? സുജയപാർവതി, കുട ഒരു ഭംഗിക്ക് ചൂടിയെന്നുള്ളൂ. വേണമെങ്കിൽ കുട മാറ്റാം. വലിയ മഴയൊന്നുമില്ല, ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നത് മുന്നറിയിപ്പുണ്ട്, ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വലിയ മഴ കോഴിക്കോട് ജില്ലയിൽ ഇല്ല. കോഴിക്കോടും പാലക്കാടും മലപ്പുറം ഒപ്പം തന്നെ വയനാടും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട സ്ഥലത്ത് കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കടലും ശാന്തമാണ്. ഞാൻ നിൽക്കുന്നത് സൗത്ത് ബീച്ചിലാണ്. എവിടെയെങ്കിലും വെള്ളക്കെട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി രാവിലെ നഗരപരിധിയിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയിരുന്നു. പക്ഷേ വെള്ളക്കെട്ടൊന്നും തന്നെ ഇല്ല. കാരണം കഴിഞ്ഞ രാത്രി മഴ കുറവായിരുന്നു. കടലും ശാന്തമാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ബോട്ടോ അല്ലെങ്കിൽ തോണിയൊന്നും തന്നെ കടലിൽ കാണാനുമില്ല. ആരും മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ 34 കുടുംബങ്ങളെയാണ് കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് കോഴിക്കോട്, താമരശ്ശേരി, കൊയിലാണ്ടി താലൂക്കുകളിലായി 34 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ വെള്ളം കയറിയിട്ടും ഒപ്പം തന്നെ വീട് തകർന്നിട്ടുമാണ് ഇങ്ങനെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. 27 വീടുകളാണ് ഭാഗ്യമായി തകർന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മഴയാണെങ്കിലും രാവിലെ തന്നെ പ്രഭാത നടത്തത്തിന് വരുന്ന ആളുകളുണ്ട്. കോട്ടൊക്കെ തന്നെ ഇട്ട് നടക്കാനിറങ്ങിയ ആളുകളെ നമുക്ക് കാണാം. കാരണം മഴയാണെങ്കിലും അവരുടെ പതിവ് ശീലങ്ങൾക്കൊന്നും മാറ്റം വരുത്താറില്ല. അങ്ങനെ നടക്കാനിറങ്ങിയ ആളുകളെ കോട്ടക്കിട്ട് ഒരാൾ നടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കോട്ടക്കിട്ട് മൊബൈലൊക്കെ പിടിച്ചാൽ വരുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം അവരോട്. രാവിലെ തന്നെ കൗൺസിലർ തന്നെ കേട്ടോ വരുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. കോട്ടക്കിട്ടാണല്ലോ നടത്താം. മഴയത്തും നടക്കാനിറങ്ങും. എത്ര വലിയ മഴയാണെങ്കിലും ഒന്നല്ല, ഇങ്ങനെ ചെറിയ രീതിയിലുള്ള മഴയുടെ മുന്നറിയിപ്പ് ചോദിച്ചതാ. മഴയുടെ മുന്നറിയിപ്പുണ്ട്. പക്ഷെ എന്നാലുപരി ഇറങ്ങുമ്പോഴാണ് ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ എന്തൊക്കെ സ്ഥിതിഗതി എന്നുള്ളത് അറിയാം. പ്രശ്നങ്ങളുണ്ടോ മഴയത്ത്? അങ്ങനാണല്ലോ. പ്രശ്നങ്ങളുണ്ടോ മഴ പെയ്തിട്ട്? നിലവിൽ പ്രശ്നങ്ങളുണ്ട്. അതായത് വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. ഈ നിൽക്കാതെ പെയ്യുന്ന പെരുമഴ കാരണം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം മറ്റ് ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് മഴ നിൽക്കുമ്പോൾ അവിടെ പൊതുപ്രവർത്തകരും അതേപോലെ ആ വാർഡിൻ്റെ കൗൺസിലർമാരൊക്കെ ഇറങ്ങി സന്നദ്ധ സേവനങ്ങൾക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റിടങ്ങളിൽ നിന്ന് റോഡിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ അവിടുന്ന് ഒഴുകി വന്ന് ഓടകളിൽ അടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെള്ളം ബ്ലോക്കായിട്ടാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. തീരമേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലേ? അകത്തുനിന്നുള്ള വേസ്റ്റ് മുഴുവൻ ഓവുചാല് വഴി വന്നത് ബ്ലോക്കായിട്ട് വെള്ളം തടഞ്ഞു നിൽക്കും. തീരദേശ മേഖല അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരി അവിടുത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടുത്തെ പൊതുപ്രവർത്തകർ രംഗത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വലിയ വലിയ ദുരിതങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണം എവിടം വരെ കഴിയാറായോ? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരുവിധമൊക്കെ കഴിയാനായി. നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് മുൻകൂട്ടിയുള്ള പ്രവർത്തനമാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഓക്കെ സുജയപാർവതി, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾക്ക് തന്നെ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പും കൂടെ വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനിടയിൽ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് വന്നിരിക്കുന്നത്.